ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് എനിക്കൊരു കാറ്ററിംഗ് ഓർഡർ ഉണ്ട് കേട്ടോ. അതായത് 2.5 കിലോ റാവുത്തർ ബിരിയാണിയാണ് തമിഴ്നാടൻ സ്റ്റൈൽ കേട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി നമുക്ക് കാണാം. അതിന് ഞാനിവിടെ ഒരു ബിരിയാണി പോട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 3/4 ലിറ്റർ ഓയിൽ എടുക്കുന്നുണ്ട്. പിന്നെ വലിയുള്ളി ഒരു 200 ഗ്രാം കേട്ടോ. 1 കിലോക്ക് 200 ഗ്രാമാണ് ഞാനിടുന്നത്. അപ്പോൾ 1/2 കിലോക്ക് 2.5 കിലോക്ക് ഒരു 1/2 കിലോ വലിയുള്ളി ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിട്ട് നന്നായി ഒന്ന് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. മാക്സിമം ഉള്ളി നന്നായി കുക്ക് ചെയ്യണേ. അപ്പോൾ ഉള്ളി നന്നായി കുക്കായതിലേക്ക് ഞാനിവിടെ 1 കിലോ ബിരിയാണിക്ക് 100 ഗ്രാം വെളുത്തുള്ളി 100 ഗ്രാം ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ 2.5 കിലോക്ക് 250 ഗ്രാം വെളുത്തുള്ളിയും 200 ഗ്രാം ഇഞ്ചി ഇടുന്നുണ്ട്. ഇഞ്ചീൻ്റെ അളവ് കുറച്ച് കുറഞ്ഞാൽ കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാവേ. എല്ലാ മസാല ഇട്ട് നമുക്ക് മാക്സിമം നന്നായി കുക്ക് ചെയ്യണം. ഇപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി ഇട്ടിട്ട് നന്നായി അതിൻ്റെ എണ്ണ പിരിഞ്ഞ് വരുന്ന സ്റ്റേജ് ആകുമ്പോഴാണ് കേട്ടോ ഞാൻ മല്ലിയില പുതിനയും കൂടി ഇടുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഈ ടൈമിൽ ഞാൻ തക്കാളി 1 കിലോക്ക് അതും 200 ഗ്രാമാണ് കേട്ടോ. അപ്പോൾ 2.5 കിലോക്ക് ഞാനിവിടെ 1/2 കിലോ തക്കാളി നന്നായി കട്ട് ചെയ്തിട്ട് അടിപ്പിടിക്കാതെ നന്നായി മിക്സ് ചെയ്ത് കൊടുക്കണേ. ഇതിൻ്റെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഓരോ മസാല ഇടുമ്പോൾ മാക്സിമം ടൈം എടുത്ത് മിക്സ് ചെയ്യണം കേട്ടോ. അതാണ് ഇതിൻ്റെ സീക്രറ്റ്. അപ്പോൾ തക്കാളി നന്നായി കുക്കാവട്ടെ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ ഗരം മസാല അതായത് പട്ട ഗ്രാമ്പ് പൊടി 30 ഗ്രാമാണ് കേട്ടോ ഇട്ടത്. അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തതിന് ശേഷം മുളക് പൊടി 60 ഗ്രാം ഇടുന്നുണ്ടേ. ഞാനിവിടെ പച്ചമുളക് ഇടുന്നില്ല കേട്ടോ. പച്ചമുളക് ഇടുമ്പോൾ ചില ടൈം എനിക്ക് പണി കിട്ടാറുണ്ട്. എന്താ വെച്ചാൽ പച്ചമുളക് നന്നായി വെന്തുടയുന്ന സമയത്ത് എരിവ് കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ പച്ചമുളക് ഇവിടെ ഒഴിവാക്കുന്നുണ്ട്. ഇനി ഈ സ്റ്റേജിൽ ഞാനിവിടെ 150 ഗ്രാം തൈര് ഒഴിക്കുന്നുണ്ട് കേട്ടോ. 2.5 കിലോക്ക് അതും കൂടിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിവിടെ 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. 1.5 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പിടാം. നമ്മുടെ ഒരു കൈപ്പിടി അളവ് കല്ലുപ്പാണ് കേട്ടോ, 1 കിലോൻ്റെ അളവ്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. തീ ഒരുപാട് ഹൈ ലെവലിൽ വെക്കരുത് കേട്ടോ, ചിക്കൻ ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ സ്റ്റേജിൽ ഞാനിവിടെ ഒരു ചട്ടി അരിക്ക് 1.5 ചട്ടി വെള്ളമാണ് കേട്ടോ ഒഴിക്കുന്നത്. അപ്പോൾ അതും കൂടി ഒഴിച്ച് ലെമൺ ജ്യൂസും കൂടി ഒഴിച്ച് നമുക്ക് മൂടി വെച്ച് ഒന്ന് നന്നായി വെള്ളം തിളയ്ക്കുന്നവരേക്കും വെയിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. ഈ സ്റ്റേജിൽ നമുക്ക് അരി ഇട്ട് കൊടുക്കാവേ. അരി ഇട്ട് കൊടുക്കുമ്പോൾ വെള്ളം ഒട്ടും ഇല്ലയെന്ന് ഉറപ്പ് വരുത്തണം, അല്ലെങ്കിൽ വെള്ളം കൂടാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ അരി ഇട്ട് നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടേ ഇരിക്കണം. കൈ വിടരുതേ, കൈ വിട്ട് അടിപ്പിടിക്കും കേട്ടോ. അപ്പോൾ നന്നായി മിക്സ് ആയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ച് വെള്ളമുണ്ട്. ഈ സ്റ്റേജിലാണ് കേട്ടോ ഞാൻ ദമ്മിടാറ്. അപ്പോൾ ഞാനൊരു അടിയിലൊരു ചട്ടി വെച്ചതിന് ശേഷം അതിൻ്റെ മേലെയാണ് കേട്ടോ ബിരിയാണി പോട്ട് വെച്ച് ദമ്മിടുക. അപ്പോൾ എന്തായാലും നമുക്കിപ്പോൾ മൂടി വെക്കാം, എന്നിട്ട് ദമ്മിടുന്നത് നോക്കാം കേട്ടോ. അതിനായിട്ട് നമ്മൾ യൂസ് ചെയ്യാത്തൊരു ദോശക്കല്ല് ഉണ്ടെങ്കിൽ അത് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ബിരിയാണി പോട്ട് വെക്കാം കേട്ടോ. എന്നിട്ട് ഞാൻ ബിരിയാണി പോട്ട് വെച്ചതിന് ശേഷം അതിൻ്റെ മേലെ ഒരു വെയിറ്റ് തൂക്കി വെക്കും കേട്ടോ. എന്നിട്ട് ഈ ഒരു പരുവത്തിന് ഞാനൊരു 20 മിനിറ്റ് വെക്കും കേട്ടോ. 20 മിനിറ്റിന് ശേഷം നമുക്കിപ്പോൾ ദം ഉടയ്ക്കാം. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ബിരിയാണി ഇപ്പോൾ വെള്ളം ഉള്ള പോലെ ഉണ്ടാകും, പക്ഷേ നമ്മൾ ദം ഉടയ്ക്കുന്ന സമയത്ത് അതൊക്കെ ഈക്കലാവും കേട്ടോ. ഈ ടൈമിൽ ഞാൻ ചിക്കൻ എല്ലാം ഓരോന്നായി എടുക്കുന്നുണ്ട്. അത് എന്തിനാണെന്ന് വെച്ചാൽ ചിക്കൻ ഉടഞ്ഞു പോവാതിരിക്കാനും നമ്മൾ ഈ പീസൊക്കെ എടുത്തിട്ട് ലാസ്റ്റ് ഒരു സൈഡായി കൊട്ടി വയ്ക്കുന്ന സമയത്ത് നമുക്ക് പീസ് എടുക്കാനുള്ളൊരു ഈസിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ ചെയ്യുന്നത്. ഭയങ്കര ചൂടുണ്ട്, ആവി പറക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ആവി അടിക്കുന്നുണ്ട് കയ്യിൽ. അപ്പോൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻറ്റിൽ പറയണേ. അപ്പോൾ ചോറ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സൈഡിൽ ചിക്കനും കൊട്ടിയിട്ട് നമുക്ക് മേലെ ഒന്ന് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അത്രയേ ഉള്ളൂ. ഇത്ര നേരം വീഡിയോ കണ്ടതിന് താങ്ക് യു.